താൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിച്ചതിന് ഇസ്രായേലിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തലിന് ധാരണയായ ശേഷവും ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തി. ലോഡ് കണക്കിന് ബോംബുകൾ ഇസ്രായേൽ വർഷിച്ചു. താൻ മുമ്പൊന്നും കാണാത്തത്ര വലിയ ബോംബ് വർഷമാണ് ഉണ്ടായതെന്നും ട്രംപ് തുറന്നടിച്ചു. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I'd never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But I'm really unhappy if Israel's going out this morning because of one rocket that didn't land, that was shot, perhaps by mistake, that didn't land. I'm not happy about that. We basically have two countries that have been. ഇന്ന് രാവിലെയാണ് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണവുമായി ഇസ്രയേൽ രംഗത്തെത്തുകയായിരുന്നു. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദിലീപ്, അസാധാരണമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് സൗഹൃദ രാഷ്ട്രമായ ഇസ്രായേലിനെയാണ്. ഒപ്പം ഇറാനെയും അതേ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ട്രംപ്. താൻ മുൻകൈയെടുത്തുണ്ടാക്കിയ ഒരു കരാർ അത് ഇസ്രായേൽ ലംഘിച്ചു. മാത്രമല്ല, അതിന് പിന്നാലെ വലിയ മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട്. താൻ ഇതുവരെ കാണാത്തത്രയും വലിയ മിസൈൽ വർഷമാണ് ഇസ്രായേൽ നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ വേണം ട്രംപിന്റെ ഈ വാക്കുകളെ വായിക്കാൻ? പ്രജിൻ, ഇസ്രായേലിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. താൻ മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ ധാരണ അത് ലംഘിക്കുന്നതിനുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ ട്രംപ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് അസന്തുഷ്ടി അറിയിച്ചിട്ടുണ്ട്. ആക്രമണം ഉടൻ നിർത്തണം എന്ന നിർദ്ദേശവും നെതന്യാഹുവിനോട് ട്രംപ് നൽകിയിട്ടുണ്ട്. ഹേഗിൽ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയും അദ്ദേഹം ഈ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിലുള്ള അതൃപ്തി അദ്ദേഹം പറഞ്ഞു. അടിയന്തിരമായി അവിടെ ഈ ഇറാനിൽ ബോംബുകൾ വർഷിക്കുന്ന പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വെടിനിർത്തൽ ധാരണ വന്ന് അതിനുശേഷം ഈ ലോഡ് കണക്കിന് ബോംബുകളാണ് ഇസ്രായേൽ ഇറാനിൽ വർഷിച്ചത് എന്ന കാര്യവും, ഇതൊരു തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത് എന്നതും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെയും ഇസ്രായേലിന്റെയും നടപടിയിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തിയെങ്കിലും പ്രധാനമായും ഇസ്രായേലിനെ തന്നെയാണ് ഈ വെടിനിർത്തൽ ധാരണ വന്നതിനു ശേഷവും വീണ്ടും ആക്രമണം തുടരുന്നതിൽ ഡൊണാൾഡ് ട്രംപ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലർത്താൻ കഴിയും എന്നായിരുന്നു ട്രംപിന്റെ വിശ്വാസം. ആ നിലയിൽ ഇസ്രായേലിനെ കൊണ്ടും ഇറാനെ കൊണ്ടും വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നേരത്തെ ട്രംപ് നടത്തുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ സംസാരിക്കുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട് ഇറാനുള്ള അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഭരണകൂടവുമായി സംസാരിക്കുന്നതിന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് ട്രംപ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ മധ്യസ്ഥതയും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഖത്തർ അമീർ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ഖത്തറിലെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് തുടർന്ന് ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവർക്കുമേൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്തിയത്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്, 12 മണിക്കൂറിനകം വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തും, 2 രാജ്യങ്ങളും ധാരണയായി എന്ന കാര്യം ട്രംപ് അറിയിച്ചതിനു പിന്നാലെ ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലാണ് ആദ്യം ആക്രമണം തുടങ്ങിയത്. അവർ ആദ്യം വെടിനിർത്തൽ നടപ്പാക്കട്ടെ എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത്. പക്ഷേ ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ പ്രാബല്യത്തിലായി ഇറാൻ അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതും. ശരി, ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.